ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ ഡോക്ടേഴ്സിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നും അനോമലി സ്കാനിംഗിൽ ഗുരുതര വൈകല്യങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിയൂവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ അന്വേഷണ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ആരോപണ വിധേയരായ ഡോക്ടേഴ്സിനെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ആലപ്പുഴയിൽ നവജാത ശിശു അസാധാരണ വൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരെ പൂർണ്ണമായി സംരക്ഷിച്ചാണ് വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിന് ഒരു ഘട്ടത്തിലും വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ചികിത്സാ പിഴവല്ല കുഞ്ഞിന്റെ വൈകല്യത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഗർഭസ്ഥ ശിശുവിനുണ്ടായ വൈകല്യങ്ങൾ നേരത്തെ കണ്ടെത്താൻ കഴിയില്ല. അനോമലി സ്കാനിംഗിൽ ഗുരുതരമായ വൈകല്യങ്ങൾ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. സ്വകാര്യ ലാബിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളിൽ വൈകല്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. സാധാരണ നിലയിലുള്ള ചികിത്സയാണ് ഡോക്ടേഴ്സ് നൽകിയതെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലുണ്ട്. ഗർഭിണിയോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ മാത്രമാണ് ഡോക്ടേഴ്സിന് വീഴ്ചയുണ്ടായതെന്ന് റിപ്പോർട്ട് പരാമർശിക്കുന്നു. പ്രസവ സമയത്തെ അപകട സാധ്യതകൾ മുൻകൂട്ടി ബോധ്യപ്പെടുത്തിയില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടേഴ്സിന് വീഴ്ചയില്ലെന്നുള്ള കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിന്റേത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടേഴ്സിനെതിരെ കടുത്ത നടപടിയുണ്ടാകാൻ സാധ്യതയില്ല. കുഞ്ഞിനെ തുടർ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനും ആരോഗ്യവകുപ്പ് നിയോഗിച്ച സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ മോർണിംഗ് വാക്ക് തുടരുകയാണ്. എവിടെയുള്ളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. റീജിയണൽ സ്പോർട്സ് സെന്റർ ആണ് കൊച്ചിയിലെ. അപ്പോൾ അതിൽ നമ്മൾ കടക്കാൻ പോകുന്നത് കേരളത്തിലെ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ടർഫ് ആൻഡ് സിന്തറ്റിക് ട്രാക്ക് എന്നറിയപ്പെടുന്ന ഈ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ ആ പ്രധാനപ്പെട്ട മേഖലയിലേക്കാണ്, അല്ലേ? അതെ. അപ്പോ എനിക്ക് തോന്നുന്നു ഈ ടർഫ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരള സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആ മനോഹരമായ കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് ടർഫിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഇനി മഴ വാർത്തയെ കുറിച്ച് പറയുന്നതും ആ മനോഹരമായി നടക്കാൻ പറ്റിയ സ്ഥലം നമുക്ക് അറിയാതെ അങ്ങ് നടന്നു പോകുന്നത്. ഒരുപാട് പേര് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നടക്കുന്നുണ്ട്, ജോഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സിന്തറ്റിക് ട്രാക്കിൽ ഒന്നും ജോഗ് ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ട്, അല്ലേ? ജോഗ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പം